മനുഷ്യകുലത്തിനൊപ്പം പഴക്കമുള്ളതാണ് ഗുഹാക്ഷേത്രങ്ങൾ. കാവുകളിൽ നിന്നും ക്ഷേത്രാരാധനയിലേക്കുള്ള സംക്രമണ ഘട്ടത്തിലാണ് ഗുഹാക്ഷേത്രങ്ങൾ ഉദയം കൊണ്ടത്. കേരളത്തിൽ 10-ലേറെ ഗുഹാക്ഷേത്രങ്ങളുണ്ട്. കോട്ടുകൽ, കവിയൂർ, മടവൂർപ്പാറ, കുറ്റാമല ഞണ്ടൂപ്പാറ, തീർത്ഥാറ്റുമല, യോഗേശ്വര, ഇരുനിലംകോട്, തൃക്കൂർ, ഇടയ്ക്കൽ, മുപ്പുഴ, കൈലാസപ്പാറ, കല്ലിൽ ഭഗവതി ക്ഷേത്രം, ഓൾഡ് ബുദ്ധ കേവ് ടെമ്പിൾ, തേവർചോല മഹാദേവ ക്ഷേത്രം തുടങ്ങിയവ. അക്കൂട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണ് വിഴിഞ്ഞം ഗുഹാക്ഷേത്രം. ഇതൊരു ചെറിയ ശിവക്ഷേത്രമാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ഗുഹാക്ഷേത്രം. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണിത്. പാറ തുരന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു അറ മാത്രമേ ഉള്ളൂ. അറയ്ക്കുള്ളിൽ വിഗ്രഹത്തിന് പിന്നിലായുള്ള ഭാഗം അടയ്ക്കപ്പെട്ട രീതിയിലാണ്. പിന്നിൽ എന്താണെന്നറിയില്ല. വീണാധര ദക്ഷിണാമൂർത്തിയെയാണ് പ്രതിഷ്ഠ. പുറത്തെ ഭിത്തിയിൽ ഒരു വശത്ത് ഇരുകൈയിലും അമ്പും വില്ലുമേന്തിയ ത്രിപുരാന്തക ശിവനും മറുവശത്ത് പാർവതീദേവിയും കാണപ്പെടുന്നു. ചോള ശില്പ മാതൃകയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാണ്ഡ്യ സ്വാധീനവും കാണുന്നു. ചുറ്റുമുള്ള പാറകൾ ഖനനം ചെയ്തു മാറ്റിയിട്ടും ഈ ഗുഹാക്ഷേത്രത്തിന് യാതൊരു കേടുപാടുമില്ല. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്നെത്തി നോക്കാം. ആദ്യകാല രാജവംശമായ ആയ് രാജവംശത്തിൻ്റെ കാലത്തായിരിക്കണം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. വെസ്റ്റേൺ ഘട്ടിലെ പുതിയൻമല അഥവാ അഗസ്ത്യാർകൂടം ആസ്ഥാനമാക്കിയിരുന്ന ആയ് രാജവംശം പിന്നീട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിദേശ വ്യാപാരത്തിന് അനുയോജ്യ മേഖലയായി ആസ്ഥാനം വിഴിഞ്ഞത്തേക്ക് മാറ്റിയിരിക്കണം. വിഴിഞ്ഞം കടൽക്കരയിൽ ഒരു കൊട്ടാരവും ക്ഷേത്രങ്ങളും സ്ഥാപിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. ക്ഷേത്രാവശിഷ്ടങ്ങൾ ഇന്ന് നിലനിൽക്കെ കൊട്ടാരം എങ്ങനെ നശിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. തിരുവനന്തപുരത്തു നിന്നും നാഗർകോവിലിലേക്ക് പോകുന്ന വഴി കാണപ്പെടുന്ന അരപ്പള്ളി എന്നറിയപ്പെടുന്ന കത്തോലിക്ക പള്ളി AD 62 സെയിൻറ്റ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ആയ് രാജാവ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിപ്പോഴും നിലനിൽക്കെ വിഴിഞ്ഞത്തെ കൊട്ടാരം എങ്ങനെ നശിച്ചു? ഉത്തരമില്ല. ആയ് രാജവംശത്തെ തുടർന്ന് ആയ് രാജവംശത്തിൽ നിന്നും കവർന്നെടുത്ത ഒരു ഭാഗം വേണാട് രാജ്യമാക്കിയ തിരുവിതാംകൂർ രാജവംശം വിഴിഞ്ഞം കൊട്ടാരത്തെ സംരക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും തീരദേശ മത്സ്യബന്ധന പിന്നോക്ക പ്രദേശമായ വിഴിഞ്ഞം 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ആയ് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നു ആയ് രാജവംശത്തിൻ്റെ കുടുംബക്ഷേത്രം. തൃപ്പടി ദാനത്തോടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശം ഏറ്റെടുത്തത്. ചരിത്രം അവിടെ നിൽക്കട്ടെ. 1965 കേന്ദ്ര പുരാവസ്തു വകുപ്പ് വിഴിഞ്ഞം ഗുഹാക്ഷേത്രം ഏറ്റെടുത്ത് സംരക്ഷിത സ്മാരകമാക്കി മാറ്റി. ഉദ്യാനവും നടപ്പാതയും നിർമ്മിച്ചു. അവയുടെ സംരക്ഷണത്തിനായി ഒരു ജീവനക്കാരനെയും നിയമിച്ചു. സന്ദർശകർ ധാരാളമായുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച അവധിയാണ്. പുരാതന ചരിത്രാന്വേഷികൾക്ക് ഗവേഷണം നടത്തുന്നതിനായി ദക്ഷിണാമൂർത്തി കുടികൊള്ളുന്ന ഈ പ്രാചീന സംസ്കൃതി ഉള്ളിലുറങ്ങുന്ന ജ്ഞാനവിഭവങ്ങളുമായി വിഴിഞ്ഞം കടൽക്കരയിൽ ഏവരെയും കാത്തുനിൽക്കുന്നു.